ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജനുവരി 2026 മാസഫലം വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, അതുപോലെ അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജനുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഇപ്പോൾ വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോഴും വൃശ്ചിക ലഗ്നം എന്ന് പറയുമ്പോഴും ജന്മ ലഗ്ന രാശാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ ആ ചൊവ്വ എന്ന് പറയുന്നത് ജനുവരി 16 അവരുടെ 2ാം ഭാവരാശിയിൽ നിന്നും 3ാം ഭാവരാശിയിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. സൂര്യൻ 14 2 നിന്നും 3 മാറുന്നു. ബുധൻ 17 2 നിന്നും 3 മാറുന്നു. അതുപോലെ ശുക്രൻ ജനുവരി 13 2 നിന്നും 3 മാറുന്നു. ഗുരു ആണെങ്കിൽ അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ശനിയാണെങ്കിൽ 5 സ്ഥിതി തുടരുന്നു. രാഹു 4 കേതു 10 സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ, രവി, കുജൻ, ബുധൻ ഈ 4 ഗ്രഹങ്ങൾ അവരുടെ 2ാം ഭാവരാശിയിൽ നിന്ന് 3 രാശി മാറുന്നു എന്നുള്ളതാണ് ജനുവരി മാസത്തെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 3 ഉച്ചരാശിയിലേക്ക് വരുന്ന മാസമാണ്, പ്രത്യേകിച്ച് മാസത്തിൻ്റെ അവസാന പകുതിയോടുകൂടി. അപ്പോൾ പൊതുവെ 3 ആ സൂര്യനും അതുപോലെ ജന്മരാശ്യാധിപനൊക്കെ ഉച്ചസ്ഥിതിയിലൊക്കെ വരുമ്പോൾ പൊതുവെ നമുക്ക് ഊർജ്ജസ്വലത, ഉന്മേഷം, അതുപോലെ രോഗപ്രതിരോധ ശേഷി ഒക്കെ കൂടുന്ന സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പൊതുവെ നല്ല ആരോഗ്യ സ്ഥിതിയായിരിക്കും ഈ കൂറുകാർക്ക് ജനുവരി മാസത്തിൽ ഉണ്ടാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവറി ഉണ്ടാകും, അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം ആദ്യ പകുതി നമ്മൾ പ്രത്യേകിച്ച് ആഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് മുഖാന്തരം ഉണ്ടാകാവുന്ന എന്തെങ്കിലും ട്രബിൾ, പ്രത്യേകിച്ച് 2 ചൊവ്വ, 2 സൂര്യൻ. അപ്പോൾ നമുക്ക് ആഹാരത്തിൽ ശ്രദ്ധിക്കണം. ആ 2 ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആഹാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവെ ഈ ചൊവ്വ എന്ന് പറയുന്നത് 6ാം ഭാവാധിപനും കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ നമ്മൾ ഈ അഷ്ടമത്തിലേക്കൊക്കെ ഈ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് ആദ്യ പകുതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സ്പോർട്സിലോ അല്ലെങ്കിൽ മറ്റു കളികളിലോ ഒക്കെ ഏർപ്പെടുമ്പോൾ, യാത്രകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഷുറി, എന്തെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ 3 ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3 വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലർക്ക് ENT സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ തൊഴിൽപരമായിട്ട് പൊതുവെ ഉയർച്ചയുടെ മാസമായിരിക്കും ജനുവരി മാസം. ആദ്യ പകുതി ഈ 10ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2 അവസാനത്തെ പകുതി 3 സഞ്ചരിക്കുന്നു. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും അതുപോലെ ബുധനും ശുക്രനും ഒക്കെ തന്നെ ഈ ചൊവ്വയോടൊപ്പം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പം പ്രൊഫഷണൽ തലത്തിൽ വളരെ ആക്റ്റീവ് ആകുന്ന സമയം എന്ന് തന്നെ പറയാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3 ഉച്ചസ്ഥിതനാകുന്നു. അപ്പോൾ രവി, ശുക്രൻ, ബുധൻ, അതുപോലെ ചൊവ്വ. അപ്പോൾ പൊതുവെ നമുക്ക് ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അവസാനത്തെ പകുതി സൂര്യൻ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ബുധൻ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശുക്രൻ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലിലൊക്കെ വളരെ ഫോക്കസ് കൂടുന്ന സമയം എന്ന് പറയാം. അതായത് നമ്മൾ അധികാര തലത്തിലൊക്കെ നമുക്ക് വളരെ ഉറച്ച തീരുമാനമൊക്കെ എടുക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഉദ്യോഗതലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഈ പുതിയ തൊഴിലവസരങ്ങൾ, തൊഴിൽ മാറ്റത്തിന് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് നമുക്ക് അവസാനത്തെ പകുതി കാണാം. പ്രത്യേകിച്ച് ഉച്ചസ്ഥിതി നിൽക്കുന്ന ചൊവ്വ 10 ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ
10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് അത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകൾ വേണ്ടിവരും. അതുപോലെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉയർന്ന വിജയമൊക്കെ സാധ്യമാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചസ്ഥിതനായിട്ട് വരുന്ന സമയമാണ്. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടും. 3ലാണ് ആ എല്ലാ ഗ്രഹങ്ങളുടെ എനർജി വരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലായാലും അതുപോലെ നമുക്ക് കോമ്പറ്റിറ്റീവ് തലത്തിൽ പങ്കെടുക്കുന്നതിലായാലും അതിലൊക്കെ നമുക്ക് ഉന്മേഷം, ഊർജ്ജസ്വലത, കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമാണ്. എഴുത്തിലും പ്രഭാഷണത്തിലും ഒക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് 10ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ 3ലേക്ക് രാശിമാർഗ വഴി ഉണ്ടാകുന്നത് ഇൻ്റലക്ച്വൽ തലത്തിലും അതുപോലെ ടെക്നിക്കൽ തലത്തിലും അതുപോലെ ഗവേണിംഗ് തലത്തിലുമൊക്കെ പൊതുവെ തിളങ്ങുന്ന സമയം എന്ന് തന്നെ പറയാം. തൊഴിലിൽ എന്ത് ചലഞ്ചസ് വന്നാലും എന്ത് ഒബ്സ്റ്റക്കിൾസ് വന്നാലും അവയൊക്കെ സധൈര്യം അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു അവസ്ഥയായിരിക്കും ആ 4 ഗ്രഹങ്ങളുടെ എനർജി വരിക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവെ ധൈര്യം, വീര്യം, വിൽ പവർ ഇവയൊക്കെ കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ പൊതുവെ 10 കേതു ഉള്ളതിനാൽ തൊഴിലിടത്ത് ഒരു നിസ്സംഗത ചിലർക്ക് ഉണ്ടായെന്ന് വരാം. അവയിൽ ഒരു കെയർ വേണം. ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ബിസിനസ്സിൽ ഭാഗ്യ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശുക്രൻ 7ാം ഭാവാധിപനാണ്. അതുപോലെ തന്നെ ആ ശുക്രൻ 3ൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതായത് ശുക്രൻ 3ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ 7ാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ശുക്രൻ വരുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 3ൽ വരുന്നത് പ്രത്യേകിച്ച് ഈ മാർക്കറ്റിംഗ് തലത്തിൽ പ്രവർത്തിക്കുന്നവർ, ഈ സ്പെക്കുലേഷൻ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ ബിസിനസ്സിൽ വലിയ വിജയത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ, ആ ബുധൻ 2ലും 3ലും സഞ്ചരിക്കുന്നു. അതുപോലെ നമുക്ക് ജ്ഞാനകാരകൻ, അതുപോലെ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഗുരു 5ാം ഭാവാധിപനും കൂടിയാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 2ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിതാക്കൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം ബുധൻ്റെ സ്ഥിതിയൊക്കെ വളരെ അനുകൂലമാണ്. ഇപ്പോൾ പഠന നിലവാരമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ പഠന മികവ് പ്രകടിപ്പിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. കോമ്പറ്റിറ്റീവ് തലത്തിലായാലും ഇപ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാമിന് ഉയർന്ന കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ഉണ്ടാകുന്ന സമയമാണ്. അവർക്ക് പരീക്ഷകളിലൊക്കെ ഉയർന്ന സ്കോർ കരസ്ഥമാക്കാൻ കഴിയും. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 3ൽ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അപ്പോൾ ഈ ഗുരുവാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എഴുത്തിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ എഴുത്ത് ഈ അതുപോലെ പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കൊക്കെ തന്നെ അവരുടെ ആ മേഖലയിൽ ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ വളരെ ഇമ്പ്രസീവായിട്ട് എഴുത്തിലായാലും പ്രസംഗത്തിലായാലും പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. ഉന്നത പഠനം നടത്തുന്നവർക്ക് ആദ്യ പകുതിയേക്കാൾ അനുകൂല സമയമായിരിക്കും അവസാനത്തെ പകുതി എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനപരമായിട്ടും ഗുണാനുഭവം ഉണ്ടാകുന്ന മാസമായിരിക്കും ജനുവരി മാസം. ഇപ്പോൾ 10ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള പ്രത്യേകിച്ച് സൂര്യനും അതുപോലെ ബുധനും, ആ ബുധനുമൊക്കെ 2ലും 3ലും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ 2ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗുരു 8ൽ നിന്ന് 2ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. വക്രദൃഷ്ടിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഈ കുറുകാർക്ക് ഉണ്ടാകുന്ന സമയമായിരിക്കും. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ കൂടും. അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള മാർഗങ്ങൾ, അതിനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപൻ 2, 3 രാശികളിലായതുകൊണ്ട് ഈ ധനം
ഏൺ ചെയ്യുന്നതിനുള്ള, ധനാർജനം കൂട്ടുന്നതിനുള്ള കഴിവ് ഈ കൂറുകാർക്ക് ഉണ്ടാകും. അതുപോലെ 5-ൽ നിൽക്കുന്ന ശനി 11-ലും 2-ലും ഒക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതും ധനാഗമം കൂടുന്നതിന് വഴിയൊരുക്കും. അതുപോലെ തന്നെ ധനച്ചെലവിനും വഴിയൊരുക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഈ സുഖസ്ഥാനത്തൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഈ സുഖച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം ഇപ്പോൾ 4-ലൊക്കെ രാഹുവൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വീട് അല്ലെങ്കിൽ വസ്തു ഇവയൊക്കെ വാങ്ങുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ 4-ലെ രാഹു സഹായകമാണ്. അതേസമയം അതുവഴി ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവസാനത്തെ പകുതിയൊക്കെ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് ആ സമയം, അതായത് ജനുവരി മാസത്തിൻ്റെ അവസാനമൊക്കെ ആവുമ്പോൾ വിവാഹ ആലോചനകൾക്ക് അതുപോലെ നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുജനും ശുക്രനും ഒക്കെ ബന്ധം ഉള്ള സമയമാണ്. അത് പ്രണയചിന്തകൾ ഉണ്ടാക്കും. അതേസമയം 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. 5-ലാണെങ്കിൽ ശനി സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ പ്രണയബന്ധത്തിൽ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഈ സമയത്ത് ഉണ്ടായെന്നും വരാം. അതുകൊണ്ട് ഈ ചിലർക്ക് അവരുടെ പ്രണയബന്ധം പങ്കാളിയോട് തുറന്നു പറയുന്നതിനുള്ള ഒരു മടി ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു, 5-ൽ ശനി നിൽക്കുന്നു. അതുപോലെ ദാമ്പത്യ ബന്ധത്തിൽ വരുമ്പോൾ ശുക്രനും കുജനും ഒക്കെ ഈ അനുകൂല സ്ഥാനത്ത് വരുന്നുണ്ട്. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ 3-ലൊക്കെ വരുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്, ഷോപ്പിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും രവിയും കുജനും ഒന്നിച്ച് നിൽക്കുന്ന ഒരു സമയം, അതുപോലെ രവിയും ശുക്രനും ഒന്നിച്ച് നിൽക്കുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ അല്പം ശ്രദ്ധിക്കണം. ഈഗോ ഇഷ്യൂസൊക്കെ വരാം, ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, അതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ 3-ൽ ചൊവ്വ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കെയർ വേണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതെന്തെങ്കിലും വാഗ്വാദത്തിലൊക്കെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റു കാര്യങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വെളിയിലൊക്കെ സഞ്ചരിക്കുന്നതിനോ അല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്തുന്നതിനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരവസ്ഥയാണ് ജനുവരി മാസത്തിൽ കാണുന്നത്. ഇപ്പോൾ 2-ലൊക്കെ സൂര്യനും ചൊവ്വയും അതുപോലെ ശുക്രനും ബുധനും ആദ്യ പകുതി വരുന്നു. അതുപോലെ 2-ാം ഭാവാധിപൻ ആ ഗുരുവാണെങ്കിൽ വക്രത്തിൽ സഞ്ചരിച്ച് 2-ൽ ദൃഷ്ടി ചെയ്യുന്നു. 4-ൽ പ്രത്യേകിച്ച് ആ ഫാമിലി സ്ഥാനത്തൊക്കെ രാഹു ഉണ്ട്. ഇവയെല്ലാം ചിലപ്പോൾ കുടുംബ അംഗങ്ങൾക്കിടയിൽ ഇപ്പോൾ 2-ലൊക്കെ ചൊവ്വയും 2-ലൊക്കെ സൂര്യനും ഒക്കെ നിൽക്കുന്ന സമയമാണ് ആദ്യ പകുതി. അതുപോലെ 4-ൽ രാഹു ഉള്ള സമയമാണ്. ഇപ്പം വക്രഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട്. എങ്കിലും അവയെല്ലാം കുടുംബ അംഗങ്ങൾക്കിടയിൽ ഇപ്പോൾ നമ്മൾ കുടുംബാംഗങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നിച്ചു കൂടുന്നതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ശുക്രനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ടാകാം. അതേസമയം നമ്മൾ കുടുംബ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം, അത് തർക്കങ്ങളിലേക്ക് പോയെന്ന് വരാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2-ൽ ചൊവ്വയും സൂര്യനും ഒക്കെ നിൽക്കുമ്പോൾ അല്പം തീക്ഷ്ണമായിട്ടൊക്കെ സംസാരിക്കും, പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. അതൊക്കെ കഴിവതും നമ്മൾ ഒഴിവാക്കണം. അത്തരത്തിലുള്ള നമ്മുടെ റിയാക്ഷനൊക്കെ ഒഴിവാക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ച് പോകാൻ കഴിയും. അപ്പോൾ കൂടുതൽ സംയമനം ആവശ്യമായിട്ടുള്ള ഒരു മാസമായിട്ട് ഈ കൂറുകാർ അറിയുക. ജനുവരി 2, 3, അതുപോലെ 11, 12, 13, 26, 27 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കൂറുകാരെ സംബന്ധിച്ചോളം അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവർ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും അവർ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതല്ല, ജനുവരി മാസത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ഗോചര ഗ്രഹസ്ഥിതി, ജാതകത്തിലെ ഗ്രഹസ്ഥിതി അല്ല എന്ന് മനസ്സിലാക്കുക. ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണാൻ. ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം, ചിലപ്പോൾ നേട്ടങ്ങൾ വരാം, ചിലപ്പോൾ ദോഷങ്ങൾ വരാം. അതൊക്കെ പ്രത്യേകിച്ച് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ദശാപകാരം ഛിദ്രം എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ ദശാപകാരം ഛിദ്രമൊക്കെ തന്നെ
ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഞാനിവിടെ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചികലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. വൃശ്ചികക്കൂറുകാർക്ക് ചിലർക്ക് മാത്രമേ വൃശ്ചികലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരാം. അപ്പോൾ വൃശ്ചികക്കൂറിൽപ്പെടുന്ന വൃശ്ചികലഗ്നക്കാരല്ലാത്തവർക്ക് അവരുടെ ലഗ്നരാശി എവിടെയാണ്, അത് കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ, ആ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മറ്റ് ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണ്, ഇവയ്ക്കനുസരിച്ചൊക്കെ ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ പൊതുവേ നമ്മൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, വൃശ്ചിക ലഗ്നമല്ലാത്ത കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് അറിയുക. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് ഈ ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ കൂറിൻ്റെ ഫലം അല്പം ദോഷം ചെയ്യും, പക്ഷേ ഇഷ്ടസ്ഥാനത്ത് ലഗ്നം വരികയും ഒക്കെ ആണെങ്കിൽ നല്ല ദശയും അപകാരമാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവം കൂടും. ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട്. അതുകൊണ്ട് ലഗ്നവും കൂടെ കണ്ടെത്തി ആ ലഗ്നഫലം കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.